ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മോപദേശ ശതകത്തിൽ 61-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളും ഒക്കെ ഏത് രീതിയിലാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, അതിൻ്റെയൊക്കെ പാളിച്ച കൊണ്ട് നമ്മൾ നേരിടുന്ന ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് നോക്കിക്കാണുവാനായിട്ട് അനുഭവ സമ്പത്തുള്ള ഗുരു തരുന്ന മാർഗനിർദ്ദേശങ്ങളെ ശ്രദ്ധയോടുകൂടി നമ്മൾ ജീവിതത്തിൽ ഒരു ജിജ്ഞാസു, ഒരു സത്യാന്വേഷി, അല്ലെങ്കിൽ അവനവൻ്റെ ഈ മനുഷ്യജന്മത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ള ഈ ദുഃഖങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഗുരു ഓർമ്മിപ്പിക്കുകയാണ്. ഗുരു പറയുകയാണ്, വെളി വിഷയം വിലസുന്നു വേറുവേറാം അളവിടും ഇന്ദ്രിയമാർന്നു തൻ്റെ ധർമ്മം ജലതയതിങ്ങു ദിഗംബരാദി നാമാവലിയോടു ഉയർന്ന് അറിവായി മാറിയിടുന്നു. അപ്പോൾ വെളി വിഷയങ്ങൾ, ഇവിടെ പുറത്തുള്ള വിഷയങ്ങൾ, ധാരാളം വിഷയങ്ങളുണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഇതായിട്ടുള്ള. വേറുവേറായി വിലസുന്നു ഇന്ദ്രിയം. ഓരോ ഇന്ദ്രിയങ്ങളും അതാതിൻ്റെ വെളിയിലുള്ള വിഷയങ്ങളെ തനിയെ തനിയെ കാണുകയും അതിൻ്റെ അനുഭവം തൻ്റെ ധർമ്മമാർന്ന് ഓരോന്നിൻ്റെയും ധർമ്മത്തെ കൈക്കൊണ്ടിട്ട് അളവിടും. അതിനെക്കുറിച്ച് ഒരു സാമാന്യമായിട്ടുള്ള ഒരു അളവ്. എന്നാൽ ഇതെല്ലാം ജളത, അത് അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് അതിങ്ങ് ദിഗംബരാദി, ഇവിടെ ദിക്ക്, അതേപോലെ ആകാശം തുടങ്ങിയ നാമാവലിയോട്, അതിനോടുള്ള ചേർന്ന് നിൽക്കുന്ന അറിവോട് അറിവായി മാറിയിടുന്നു, ഉയർന്ന് മാറിയിടുന്നു. ഇവിടെ ഈ ഇന്ദ്രിയങ്ങൾ ഓരോന്നും അതാതിൻ്റെ വിഷയങ്ങളെ പുറത്ത്, ഇപ്പം നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ഇതൊക്കെ നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ടെങ്കിൽ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളൊക്കെ ഉള്ളപ്പോഴും അതാതിൻ്റെ വിഷയങ്ങളുമായിട്ടാണ് അത് വെളിയിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിനെ പഞ്ചഭൂതങ്ങളെ, ഇവിടെ ദിഗംബരാദി എന്നൊക്കെ പറയുന്നത് അവിടെ പഞ്ചഭൂതങ്ങളെക്കുറിച്ചുള്ള അറിവ് കൂടിയാണ്. ഇതിൻ്റെയൊക്കെ പരിമിതികളെ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആ സൂക്ഷ്മമായിട്ടുള്ള തലത്തിലേക്ക് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മളൊരു വിശകലനം നടത്തി വരുമ്പോൾ അതെല്ലാം അവസാനം ചെന്നെത്തുന്നത് ഉയർന്ന് അറിവായി മാറിയിടുന്നു. ഇതെല്ലാം ഏതിൽ നിന്നാണ് ഉണ്ടായത് എന്ന് തിരിച്ചറിവിലേക്ക് വരുമ്പോൾ അത് അറിവിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ജിജ്ഞാസു, ഒരു സത്യാന്വേഷി, അവൻ്റെ ഇന്ദ്രിയങ്ങളെ ശരിയായ രീതിയിൽ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, അതിനെ കയറൂരി വിടുക എന്നുള്ളതല്ല, അതിനെ നിശിതമായിട്ടുള്ള ഒരു നിരീക്ഷണത്തോടു കൂടി അവൻ അതിനെ നിരീക്ഷിക്കുമ്പോൾ, അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അവനുണ്ടാകുന്ന, അല്ലെങ്കിൽ അവൻ തിരിച്ചറിയുന്ന ഒരു തലം. അപ്പോൾ പലപ്പോഴും ഈ വിചാരം, അതായത് വിവേകം കൊണ്ട് അവൻ തിരിച്ചറിവില്ലാതെ ഇരിക്കുന്ന ഒരു മാനസികാവസ്ഥയും, നേരെ മറിച്ച് തിരിച്ചറിവോടുകൂടി, ഇപ്പം നമ്മളുടെ സയൻസൊക്കെ വളരെ അധികം, നമ്മുടെ ഭൗതിക ശാസ്ത്രം അതൊക്കെ വളരെയധികം അഡ്വാൻസ് ആയിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മഹർഷിമാർ
ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ കണ്ടെത്താൻ ശ്രമിച്ച കാര്യങ്ങൾ അവരുടെ സംയമം, അവരുടെ ധ്യാനത്തിൻ്റെ വേറൊരു തലമാണത്, സംയമം എന്ന് പറയുന്നത്. അത് ആ തലത്തിലേക്ക് അവർ മനസ്സിനെയും ഒക്കെ ഉയർത്തിയിട്ട് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അതിൻ്റെ പരിമിതികളെ കൂടി അവർ പറഞ്ഞു. ഒരു തലം മാത്രമല്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടെത്തുന്നതും ഇന്ദ്രിയാതീതമായി നമ്മൾ കണ്ടെത്തുന്നതും രണ്ടും രണ്ട് തലമാണ്. അപ്പോൾ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ കർമ്മേന്ദ്രിയങ്ങളോ ഈ മറ്റ് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടല്ല പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സംയമം എന്ന് പറയുന്നത് വേറൊരു തലമാണ്. അത് സാധാരണ വ്യക്തികൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതും അല്ലെങ്കിൽ ആ തലത്തിൽ അവർ ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഗുരുവിൻ്റെ ദൈവചിന്തനം എന്നുള്ള കൃതിയൊക്കെ ചിലർ വായിച്ചിട്ട് പറയും, അദ്വൈതിയായ ഗുരു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പറയാൻ സാധ്യതയില്ലല്ലോ. ഗുരു എന്തുകൊണ്ടാണ് ദേവതകളെയൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള കേവലം ഒരു ഭൗതികമായിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള ചിന്തകളൊക്കെ വരുന്നതിൻ്റെ കാരണം ഇവരൊന്നും ആഴത്തിലേക്ക്, അതായത് ഈ മനസ്സിൻ്റെ ഈ ബുദ്ധിയുടെ ഉപരിപ്ലവമായിട്ടുള്ള തലം വിട്ട് ആഴത്തിലേക്ക് പോകാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെ അത് നമുക്ക് മനസ്സിലാകണമല്ലോ. ഗുരു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളും ആ രീതിയിലേക്ക് കുറച്ച് ആഴത്തിൽ ധ്യാനത്തിലേക്ക് പോകണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അത് വെളിപ്പെട്ട് കിട്ടുമെന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു ഹാലൂസിനേഷൻ അല്ല, ഒരു തോന്നലല്ല, മറിച്ച് അത് വേറൊരു സൂക്ഷ്മമായ തലത്തിൽ നമുക്ക് കിട്ടുന്ന അറിവുകളാണ്. ആ അറിവുകളൊന്നും തന്നെ തെറ്റായിട്ടില്ല. അപ്പോൾ അതിൻ്റെ തലത്തിലേക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനെയും മറികടന്ന് ആ സൂക്ഷ്മതലത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കണം. അതിന് ഇടവരട്ടെ. എവർക്കും നമസ്കാരം.